ഇവിടെ ഇരിക്കുക എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡെലിവറി ആപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആയി വന്നിട്ട് എന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സൊമാറ്റോയിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമൻറ്റിൽ പറഞ്ഞു കേട്ടോ, ഒരു ഷാഡോ ഫാക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് അതിൽ ഓടി നോക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളെ ആപ്പ് വരുന്നത്. അപ്പോൾ നമ്മളെ പേര് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണോ ജോയിൻ ചെയ്യുമ്പോൾ, ഫുൾ നെയിം അതേപോലെ തന്നെ ജെൻഡർ ഒക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് ആയിട്ട് ഇത് കൊടുക്കുക കേട്ടോ, സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അത് കൊടുത്തു കഴിയുമ്പോൾ ആധാർ കാർഡിൻ്റെ ഫോട്ടോ ചോദിക്കാണ്. ആധാർ കാർഡും പാൻ കാർഡും ഫോട്ടോ കൊടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ എന്താ പറയുക, ആധാർ കാർഡിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൻ കാർഡിൻ്റെയും കൂടിയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഈ പാൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണേ. ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് എന്തായാലും. ഇപ്പോൾ പ്രൊസീഡ് ടു ടേക്ക് സെൽഫി കൊടുക്കാം കേട്ടോ. സെൽഫി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ലോഗിൻ നൗ ഫിനിഷസ് ടാസ്ക്. അപ്പോൾ പേ ഓൺ ബോർഡിംഗ് ഫീ ടു സ്റ്റാർട്ട് ഏണിംഗ് അപ് ടു ₹35,000 മന്ത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പേ യുവർ വൺ ടൈം ഓൺ ബോർഡിംഗ് ഫീ എന്തൊക്കെ പറയുന്നുണ്ട്. സ്റ്റാർട്ട് ഏണിങ്സ് നൗ ഒന്ന് കൊടുക്കട്ടോ. ഒന്ന് കൊടുത്തൊക്കെ എന്താ സംഭവം. ഒരു ₹399 അടയ്ക്കണം കേട്ടോ ആദ്യം. മറ്റേ സുഖിയമായി ഈ സോണ് കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇത് കോഴിക്കോട് സോണൊക്കെ ഉണ്ടോ? കോഴിക്കോട് കുന്നമംഗലത്തൊക്കെ ഓർഡർ ഉണ്ടോ അറിയില്ല കേട്ടോ. അപ്പം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന കേട്ടോ. യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോ കണ്ടപ്പോൾ. അപ്പം എന്താ അറിയില്ല, നമുക്കൊന്ന് ഈ ഫീസ് അടച്ചിട്ട് ഒന്ന് ഇറങ്ങി നോക്കണം എന്തായാലും. അപ്പോൾ മാറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ താഴത്തെ ഒരു കമൻറ്റിൽ കണ്ടതാ കേട്ടോ. ഒരു സഹീർ എന്ന് പറഞ്ഞൊരു മച്ചാനാണ് ദ ഷാഡോ ഫാക്സ് ഓർഡർ ഉണ്ടോ എന്ന് നോക്കാൻ പാടില്ലേ. അപ്പോൾ അവർ കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഷാഡോ ഫാക്സിൽ ഓർഡർ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഏതാ സോണ് കാര്യങ്ങൾ എന്തൊക്കെ, ഞാൻ സോണ് ഒന്നും അറിയത്തില്ല. ഇപ്പോൾ കോഴിക്കോട് ഓർഡർ ഉണ്ടോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് നാളെ എന്തായാലും വർക്കിനൊന്ന് ഇറങ്ങി നോക്കണം. നാളെയോ മറ്റന്നാളായിട്ട് ഒന്ന് ഇറങ്ങി നോക്കണം കേട്ടോ. ഫീസ് അടച്ചിട്ട് ഒരു ₹399 അടയ്ക്കാണ്ട് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്കിന് ഇറങ്ങാം കേട്ടോ. അതിൽ അപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ആദ്യം നോക്കണം, എന്നിട്ടേ ഉള്ളൂ നമുക്ക് ഫീസ് അടയ്ക്കാൻ കഴിയുള്ളൂ കേട്ടോ. കോഴിക്കോടൊന്ന് ആരോടെങ്കിലും ചോദിച്ച് നോക്കിയിട്ടേ ഉള്ളൂ ഇതിന് ഫീസ് കൊടുക്കുള്ളൂ കേട്ടോ. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വർക്കിന് ഇറങ്ങുന്നുണ്ട്, അത്യാവശ്യം ഏണിങ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇൻസെൻറ്റീവ് കുറവാണ്, ഓർഡർ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയത്തില്ല, നമ്മൾക്ക് ഇറങ്ങി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. ഇനി സ്വിഗ്ഗി സൊമാറ്റോ മാതിരി തന്നെ ഇതിൽ വീഡിയോ കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്, അതിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ പറയുക, ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുക, ഹൗ ടു ഡു യു ഗെറ്റ് മോർ ഓർഡർ. അപ്പോൾ നമ്മളിത് കൊടുക്കാം കേട്ടോ. നമ്മൾ 50% പാസ്സായി എന്നാട്ടോ കാണിക്കുന്നതിൽ. ഇപ്പോൾ ഡൺ കൊടുക്കുക. അപ്പം രണ്ടാമത്തെ എന്താ, ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്, ആകുമ്പോൾ കൊടുക്കട്ടോ. നമ്മൾ ഇതും പാസ്സായിട്ടുണ്ട് കേട്ടോ. ഒന്നെടുത്താകുമ്പോൾ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് അയ്യോ അടുത്ത ഇതും പാസ്സായിട്ടുണ്ട് കേട്ടോ. ഡൺ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ ട്രെയിനിങ് ഉണ്ട് കേട്ടോ. ഈ 1 2 3 4 ഈ 4 ട്രെയിനിങ് കൂടി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലല്ല നമ്മൾ സെലക്ട് ആയിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ആൻസറുകൾ റെഡി ആക്കി കൊടുക്കണം കേട്ടോ. ഒരു വീഡിയോസൊക്കെ വരും, അതൊക്കെ കണ്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ കൊടുക്കാം കേട്ടോ.
അപ്പോൾ അടുത്ത വരുന്നത് ഓർഡർ ഫോളോ ട്രെയിനിങ് വീഡിയോ കേട്ടോ. അങ്ങനെ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ കൊടുക്കട്ടെ ചെയ്യാം. ട്രെയിനിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അപ്ഡേറ്റ് യുവർ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും എന്താ പറയുക, പിന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിമും പിന്നെ IFSC കോഡ് ആട്ടോ കൊടുക്കാറുള്ളത്. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കട്ടോ ചെയ്യാം. നമ്മളത് അവിടെ ആട്ടോ ഓൺലൈൻ വരുന്നത്. സെൻട്രൽ ഭാഗത്താണ്. ഓഫ്ലൈൻ ആണല്ലോ ഇപ്പോൾ ഉള്ളത്, അന്ന് ഓൺലൈൻ ആയി കൊടുക്കുക. ഓൺലൈൻ ആക്കുമ്പോൾ നമുക്ക് സെൽഫി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നാളെ ഒന്ന് ഇറങ്ങി നോക്കട്ടോ, എവിടുന്ന ഓണാക്കാൻ കഴിയുക സെൽഫി ഒക്കെ കൊടുത്തിട്ട് നോക്കാം. വീട്ടിൽ നിന്ന് ഓണാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുന്നമംഗലത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ മെഡിക്കൽ കോളേജ് ഭാഗത്തോ എവിടെയൊക്കെ പോകണമെന്ന് നോക്കണം കേട്ടോ. എന്താ കാര്യങ്ങളറിയില്ല. ഇനി നാളെ ഒന്ന് ഇറങ്ങി നോക്കണം എന്തായാലും.